ഫ്രണ്ട്സ്, പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ വീണ്ടും സിറോസ് ആണ്. നമ്മൾ ഒരു ദിവസം ചെയ്തിരുന്നു വൈറ്റ് സിറോസ്. ഇന്ന് നമ്മൾ ബ്ലൂ സിറോസ് ആണ്. ഇന്നിപ്പോൾ ഈ സിറോസിൽ ചെയ്തിരിക്കുന്ന എസറൈസിന് നമുക്ക് വൈറ്റ് വണ്ടിയും ബ്ലൂ വണ്ടിയും നമ്മളുടെ വ്യത്യാസം നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ വീഡിയോ ചെയ്തിരിക്കുന്നത്. ഇതിൽ ടെയിൽ ഗേറ്റ് ഗാർണിഷ് ചെയ്തിട്ടുണ്ട്. ടെയിൽ ഗേറ്റ് ഗാർണിഷ് അതുപോലെ തന്നെ നമ്മൾ വേറെ പ്രത്യേകിച്ച് ഇതിൽ ഒന്നും ചെയ്തിട്ടില്ല. ആകെ ടെയിൽ ഗേറ്റ് ഗാർണിഷ് ചെയ്തിട്ടുള്ളൂ. നമ്മൾ സ്പോയിലർ ചെയ്തിട്ടില്ല, റിയർ സ്കിഡ് ഗാർണിഷ് ചെയ്തിട്ടില്ല, നമ്പർ പ്ലേറ്റ് ഫ്രെയിം ചെയ്തിട്ടില്ല, ടെയിൽ ലാമ്പ് ഗാർണിഷ് ചെയ്തിട്ടില്ല, ഇതൊന്നും ചെയ്തിട്ടില്ല. അപ്പം നമുക്ക് സൈഡ് വ്യൂവിലേക്ക് പോകാം. സൈഡ് വ്യൂവിൽ പോകുമ്പോൾ ഈ വണ്ടിയിൽ ആകെ ചെയ്തിരിക്കുന്നത് ഡോർ എഡ്ജ് ഗാർഡ് മാത്രമാണ്. ഡോർ എഡ്ജ് ഗാർഡ് മാത്രമാണ് ഈ വണ്ടിയിൽ ചെയ്തിരിക്കുന്നത്. പിന്നെ നമ്മൾ ചെയ്തിരിക്കുന്നത് നമ്മുടെ അഡ്വഞ്ചർ ഡെക്കലാണ്. അഡ്വഞ്ചർ ഡെക്കൽ ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ഫ്രണ്ട് വ്യൂവിലേക്ക് പോവാം. ഫ്രണ്ട് വ്യൂവിൽ പോകുമ്പോൾ ഇതിൽ നമ്മൾ സ്റ്റെപ്പ് ചെയ്തിട്ടില്ല, ഡാഷ് ക്യാമറ ചെയ്തിട്ടില്ല. ഫ്രണ്ട് വ്യൂവിൽ നമ്മൾ ആകെ മസ്കോട്ട് മാത്രം, അത് മോണോഗ്രാം മാത്രം, സിറോസിൻ്റെ മസ്കോട്ട് മാത്രമേ ചെയ്തിട്ടുള്ളൂ. അപ്പോൾ ഇത്രയൊക്കെ ചെയ്ത് ഈ വണ്ടി കാണാൻ ഒരു ലുക്കൊക്കെ ഉണ്ട്. പക്ഷേ നമ്മൾ വൈറ്റ് വണ്ടി കമ്പാരിസൺ ചെയ്യുമ്പോൾ ഈ വണ്ടി ഒന്നുമല്ല. എസറൈസ് ചെയ്താലേ വണ്ടി കാണാൻ ഭംഗിയുള്ളൂ എന്നതാണ് നമ്മൾ ഇതിന് പറയുന്ന ഒരു കാര്യം. നമ്മൾ നല്ല രീതിയിൽ എസറൈസ് ചെയ്താലേ മാത്രമേ നമ്മുടെ വണ്ടി കാണാൻ ഒരു ഭംഗി ഉണ്ടാവുള്ളൂ. അപ്പോൾ നിങ്ങൾ ജെനുവിൻ എസറൈസ് ചെയ്യാൻ താല്പര്യപ്പെടുന്നെങ്കിൽ, കിയ വാഹനങ്ങളിലെ ജെനുവിൻ എസറൈസ് ചെയ്യാൻ താല്പര്യപ്പെടുന്നെങ്കിൽ ബന്ധപ്പെടാം. വീണ്ടും പുതിയ വീഡിയോ ആയിട്ട് കാണാം. ബൈ.